ശ്രീകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പോയി. സ്വാമി വിവേകാനന്ദൻ ശ്രീകൃഷ്ണ പരമഹംസന്റെ ആശ്രമത്തിൽ ചേരുവാൻ ശിഷ്യനാകുവാനാണ് പോയത്. ചെന്നപ്പോൾ ശ്രീകൃഷ്ണ പരമഹംസൻ ഒരു ബുക്ക് എടുത്തു കൊടുത്തു. അതിൻ്റെ പേര് മഴ എന്നായിരുന്നു. മഴയെക്കുറിച്ചായിരുന്നു ഇതിലെ പ്രതിപാദ്യം. ഈ പുസ്തകം വായിക്കാൻ പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ ഓർക്കുന്നുണ്ടാകും, ചെറുപ്പമായിരുന്നപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് ഭാരതത്തെ അദ്ദേഹം ഉയർത്തി കാണിച്ചത്. ഈ പുസ്തകം വായിക്കാൻ പറഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ കുത്തിയിരുന്ന് ഒറ്റയടിക്ക് ഈ പുസ്തകം മുഴുവനും വായിച്ചു തീർത്തു. എന്നിട്ടൊരു കുഞ്ഞുകുട്ടിയുടെ ആവേശം പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഞാനിത് വായിച്ചു തീർത്തു. എന്നിട്ട് ഗുരു ചോദിച്ചു, നീ മഴയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വായിക്കുന്നത്. ഈ പുസ്തകത്തെ കയ്യിലെടുത്ത് ഒന്ന് അമർത്തി പിഴിയാമോ? വിവേകാനന്ദൻ ഈ പുസ്തകമെടുത്ത് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞു. എന്നിട്ട് പരമഹംസൻ ചോദിച്ചു, പിഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളമെങ്കിലും വന്നോ? ഇല്ല. ഇതുപോലെയാണ് നമ്മളൊക്കെ. എത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു, എത്ര വർഷമായി ധ്യാനിക്കുന്നു, എത്ര വർഷമായി പള്ളിയോട് ചേർന്ന് നിൽക്കുന്നു. പിഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും കിട്ടുമോ? വിശ്വാസത്തെ ആഴപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യുമോ? എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർ പിഴിഞ്ഞു നോക്കിയാലും വിശ്വാസത്തിൽ ഉയർന്നു നിൽക്കാൻ നമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് തന്നെയാണ് വിശുദ്ധ അന്തോനീസിന് തോന്നിയതും. മഴ പെയ്തിട്ടും നനയുന്നില്ല, മഴയുണ്ടായിട്ടും തണുപ്പ് തോന്നുന്നില്ല. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 15-16 നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരിക്കുക. നീ മന്ദോഷ്ണനാകുകയാണെങ്കിൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയും. നീ ന്യൂട്രൽ പൊസിഷൻ എടുക്കരുത്. നീ ശിഷ്യനാകാൻ വിളിക്കുന്നത് ഒന്നുകിൽ ചൂട് ഒന്നുകിൽ തണുപ്പ്. നിലപാടെടുക്കുവാനാണ്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കും.